ഹായ് ഹലോ നമസ്കാരം. ട്രാവലിംഗ് മലബാറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദമായ സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ തബൂക്കിലുള്ള ഹക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. തബൂക്കിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന ഹക്കലിലാണ് ഉള്ളത്. അപ്പോൾ 2 വർഷക്കാലമായിട്ട് ഞാനുള്ള ഒരു സ്ഥലമാണ് ഹക്കൽ കേട്ടോ. അപ്പം എല്ലാ ദിവസവും ഈ ഹക്കൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഈ ഹക്കലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പല ദിവസവും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എപ്പോഴും എണീച്ച് കഴിയുമ്പോൾ ഓർക്കും ഇന്ന് വേണ്ട നാളെ ആട്ടെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നാണെങ്കിലും ഇപ്പം നമ്മൾ നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് കാണിക്കാമെന്നും തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പം ആദ്യം തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എടുക്കുന്നത് കേട്ടോ. കാര്യം ഈ കാണുന്ന പോലെ ചെറിയൊരു സ്ഥലമാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം. പക്ഷേങ്കിൽ ഇതിൽ നമ്മൾ നടന്നാണ് ഇന്ന് ഹക്കൽ കംപ്ലീറ്റ് നമ്മൾ ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നടന്നു പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് രാവിലെ തുടങ്ങി ഇന്ന് വൈകുന്നേരം വരെയുള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ കാഴ്ചകളിലേക്ക് കടക്കാം. ചങ്കുകളെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു പാർക്കിലാണ്. അപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല. നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ സമയമായതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല. ഇപ്പോൾ ഉള്ളൊരു തണുപ്പ് ക്ലൈമറ്റാണ് ഇപ്പോൾ പൊതുവേ ഹക്കലിലുള്ളത്. ചൂടൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ രാവിലെയും കൂടെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പിന്നെ ഇച്ചിരി സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കപ്പലുകളൊക്കെ ദൂരെ കാണാൻ സാധിക്കും. പിന്നെ ആ കാണുന്ന മലകളൊക്കെ ഈജിപ്തിൻ്റെയും ഇസ്രയേലിൻ്റെയും ജോർദാൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ പതിയെ ഒരു സ്ലോ മോഷനിൽ താഴോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. നമ്മുടെ ഓസ്മോ പോക്കറ്റ് 3 എടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതിൽ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു തപ്പലൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് നാളായി യൂട്യൂബിലോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ഇടയ്ക്ക് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ചുറ്റിനും നോക്കുമ്പോഴത്തേന് കാടാണ് കേട്ടോ. ഇവിടെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ നട്ട് പരിപാലിക്കുന്നുണ്ട് കേട്ടോ. രാവിലെയും വൈകിട്ടും വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച്. അപ്പോൾ അത് ആ മോളിൽ കാണുന്ന സ്ഥലത്തു നിന്നായിരുന്നു നമ്മൾ ആ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് നമ്മളിപ്പോൾ താഴോട്ട് റോഡിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് താഴ്ഭാഗത്തൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പാർക്കിലേക്ക് നടന്നു വന്നു. അപ്പം പാർക്കിൻ്റെ എൻട്രൻസിൽ നിന്നും കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കടലിൽ നിന്നുള്ള ആ റെഡ് സീ എന്നുള്ള വെള്ളം കയറ്റി ഒരു കനാൽ പോലെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പാലങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിലും അവിടെയൊക്കെ റീൽസൊക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. കാരണം എങ്ങോട്ട് തിരിച്ചാലും നല്ല സീനറികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി എന്തോ ഒരു നീരാളിയുടെയൊക്കെ ഒരു ഷേപ്പിൽ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ ആർട്ട് വർക്കുകളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പറയുന്നത് കണ്ടോ, പച്ചപ്പും ഇവർ നല്ല രീതിയിൽ ഈ ഒരു പാർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി സമയത്തൊക്കെ ഒരു ഈവനിങ് ഒരു സമയത്തൊക്കെ വരുവാണെങ്കിൽ പ്രത്യേക വൈബായിരിക്കും കേട്ടോ. കാരണം ഈ ലൈറ്റുകളൊക്കെ ഇനി ഗോൾഡൻ കളറിൽ കത്തി കിടക്കും. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി പിന്നെ നമുക്ക് നല്ല കാറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കടൽ തീരമായത് കാരണം നല്ല കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങോട്ടൊക്കെ വരുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ റീൽസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ട്.
ചങ്കുകളെ, അപ്പം എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു മലകളെന്ന് പറയുന്നത് നമ്മുടെ ഈജിപ്റ്റാണ് കേട്ടോ. ഞാൻ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ഈജിപ്റ്റിനെ നോക്കി കാണുകയാണ്. ഈജിപ്റ്റിനെ മാത്രമല്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു സ്ഥലത്തോട്ട് നോക്കിയാൽ, ആ കാണുന്ന ഒരു ദിശയിലേക്ക് നോക്കിയാൽ നമുക്ക് ജോർദാൻ കാണാനായിട്ട് സാധിക്കും. ഈജിപ്റ്റിൻ്റെയും ജോർദാൻ്റെയും നടുക്കായിട്ടാണ് ഇസ്രയേൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു വാലറ്റോ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞാൽ ധാരാളം കപ്പലുകൾ കേട്ടോ. ഇപ്പോൾ എനിക്കൊന്നും വലിയ കപ്പലുകളൊന്നും കയറി വരുന്നില്ലെന്ന് തോന്നുന്നു ഈ സമയമായതുകൊണ്ട്. ഇപ്പോൾ രാവിലെയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇതിലേ ഇങ്ങനെ കപ്പലുകൾ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിങ്ങനെ രാവിലെ നിൽക്കുകയാണ്, കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ കപ്പലുകളൊക്കെ പോകുന്ന ആ കണ്ണിന് കിട്ടുന്ന ഒരു കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാണ് തന്നെ നമ്മളിന്ന് രാവിലെ കുറച്ച് നേരം ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ വന്ന് നിന്നാൽ നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. ഞാൻ നടന്ന് നമ്മുടെ രണ്ടാമത്തെ ഇവിടുത്തെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഈ സംഭവം പാളിപ്പോയി. ഇന്ന് ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ ജോർദാനിലോട്ട്, സൗദിയിൽ നിന്ന് ജോർദാനിലോട്ട് ഈ വിസിറ്റ് വിസ വരുന്നവർ റീ എൻട്രി പോകുന്ന ദിവസമാണ്. അപ്പോൾ റീ എൻട്രി പോകുന്ന ദിവസമായതുകൊണ്ട് കംപ്ലീറ്റ് ആൾക്കാരായിരിക്കും കേട്ടോ. അതായത് ഫുള്ള് ബീച്ചിൽ ആൾക്കാരാണ്. അപ്പം ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മറ്റൊരാളുടെ വീഡിയോ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തെങ്കിലും വള്ളിക്കെട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും പിടിച്ചില്ല കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി ഒരു പാർക്കായിരുന്നു, കൂടുതലും മരങ്ങളും ഒക്കെ ഉള്ളത്. നമ്മളവിടെ കണ്ട പാർക്കിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പാർക്ക് ഇതാണ് കേട്ടോ. എന്നാ പറയാനാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ന് ആൾക്കാരായിരുന്നു. ഇത്ര രാവിലെ ആൾക്കാർ ഇവിടെ വരുമോ? ഞാൻ അവിടെ പോയപ്പോൾ ആരുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ വീഡിയോ എടുക്കാനായിട്ട് വന്നത് കേട്ടോ. ആ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആരുമില്ലായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ കാണുന്നത് ഈജിപ്റ്റാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഈ ഒരു മലയുടെ സൈഡിലായിട്ട് ഈ മലയ്ക്ക് അപ്പുറം കാണുന്നത് ജോർദാനാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നിന്നുള്ളൊരു വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഇവിടുന്ന് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നൈസായിട്ട് മുങ്ങുക എന്നുള്ളത് കേട്ടോ. ഇവിടെ നിന്നിട്ട് അധികം കാര്യമില്ല, കാരണം നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മൊത്തം ആൾക്കാർ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് നേരെ അടുത്ത വീഡിയോസ് എടുക്കാം കേട്ടോ. പാവം ഞാൻ അല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അത്യാവശ്യം ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. അപ്പം ഞാൻ നടന്ന് വേറൊരു സ്ഥലത്തോട്ട് വന്നു. കാരണം അവിടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പാർക്കിൽ അത്യാവശ്യം ആൾക്കാരും തിരക്കും ഉള്ളപ്പം അവിടെ നിൽക്കുന്നത് ശരിയല്ല. അപ്പം ഇവിടെ 2-3 ആൾക്കാരെ കണ്ടു. നമുക്ക് എന്നെയാണ് നൈസായിട്ടൊന്ന് പരിചയപ്പെടുത്തി നോക്കാം. എങ്ങനെ ഇടിച്ച് കയറാമെന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കട്ടെ. അയ്യോ, ചൂണ്ടൊന്നുമില്ല കേട്ടോ. ചൂണ്ട ഇട്ടുണ്ടിരിക്കും കേട്ടോ. അത്യാവശ്യം ഇപ്പം ഞാൻ വീണാനെ. ചൂണ്ട കേട്ടോ, നോക്കിപ്പോണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ ബ്രദർ, ഫൈൻ. ഓക്കെ, ഒരു കൈ തരൂ. ഓക്കെ,
അപ്പോൾ അത് ഇവരിവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. आपका नाम क्या है? अकरम भाई। अकरम, किधर से आता है? मैं बांग्लादेश से है। बांग्लादेश। ओके, मेरे को हिंदी कुछ അറിയാം है। ज़्यादा समक मिलेगा इधर से? मछली इधर से मीडियम है, अच्छा मिलेगा। अच्छा मिलेगा? ഓ ഇവര് ഇതിനാണ് ഇവിടെ മീൻ പിടുത്തം കേട്ടോ ഭയങ്കരം. നല്ല റീലൊക്കെയാണല്ലോ. കിतना റിയാൽ है वो रील को? ये पूरा हाँ पूरा में 150 रियाल में। 150 റിയാൽ. ആ ഇപ്പോൾ ഇവിടുന്ന് മീനൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഫ്രണ്ട്സ് ഉണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. ഗുഡ് ഗുഡ്, വെൽക്കം വെൽക്കം, താങ്ക് യു. ഞാനപ്പോൾ ഇവിടെ നീങ്ങുന്നത് നമുക്ക് കടലിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം ഇതൊരു കടലിടുക്കാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോ പറഞ്ഞല്ലോ, ഇതൊരു കടലിടുക്കായതുകൊണ്ട് അത്യാവശ്യം നല്ല മീനുകളുണ്ട് കേട്ടോ. വെറൈറ്റി പല പല കളറുള്ള നമ്മുടെ അക്വാറിയത്തിലൊക്കെ ഇടുന്ന മോഡൽ മീനുകളൊക്കെയാണ് കൂടുതലും ഇവിടെ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ മത്തി ആയാലും അങ്ങനെയുള്ള സാധനമൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയുള്ളതൊന്നും കിട്ടത്തില്ല. അല്ലാത്ത ഇത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉള്ള മീൻ പിടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ വല ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചെറിയ ചൂണ്ട എങ്ങാണ്ട് ഇടാൻ തോന്നി. ഇപ്പോൾ അതിനെന്തെങ്കിലും നിയമങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇടാൻ പറ്റുമോ? ഞാൻ എന്നാണെങ്കിലും കണ്ടു, ഞാൻ അവരുടെ വീഡിയോ എടുത്തു. അവരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ മുഷ്കിൽ नहीं है आपको? कोई मुश्किल नहीं है, विद परमिशन है? हाँ परमिशन है, वो मेरे पास भी ऑलरेडी एक मच्छी है, देखो। हाँ मच्छी है. हाँ അവർക്ക് മീൻ കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. ഇതെന്തുവാണ്? ഇത് നമ്മുടെ കിളിമീൻ അല്ലേ? ഓഹോ ആ ഓ കേരള മേ കിളിമീൻ ബോൾത്തായി. ഓ അച്ഛാ. അപ്പോൾ ഇവർക്ക് ഇന്ന് കിളിമീനൊക്കെ കിട്ടി കേട്ടോ. എന്നാണേലും ഇവിടെ മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക കാറ്റും ഒരു പ്രത്യേക വൈബുമാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് കാണാം. മീൻപിടുത്തം എല്ലാം കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഗൈസ്. അടുത്ത ദിവസം നമുക്കിവിടെ വന്നൊരു മീൻ പിടിക്കാം കേട്ടോ. എന്നാണെങ്കിൽ ചൂണ്ടയും നൂലും എൻ്റെ കയ്യിലുണ്ട്. റീലില്ലെന്നുള്ളൂ, വലിയ ആർഭാടമൊന്നും വേണ്ടല്ലോ. നമുക്ക് 2 മീൻ കിട്ടിയാൽ പൊരിച്ച് തിന്നല്ലോ അല്ലേ. എൻ്റെ വൈഫാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മീൻ പൊരിച്ച് തരുന്ന ആളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. സോ അവിടത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ ശങ്കുകൾ, ഇത് നമ്മൾ കടലിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നേരെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ചെറിയ ഒരു സിറ്റിയിലേക്ക് വന്നു. ഇത് ഹക്കലിൻ്റെ താഴെയുള്ളൊരു കുറച്ച് ഇതാണ് കേട്ടോ. അവിടെ കുറേ ലോറികൾ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നുണ്ട്. ലോറി ജീവിതം എവിടെ കണ്ടാലും ഞാൻ അവിടെ വീഡിയോ എടുക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ക്രേസുള്ളൊരു കാര്യമാണ്. അപ്പം നേരെ വന്നിട്ട് ഒരു കാലിച്ചായ അടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു കാലിച്ചായൊക്കെ അടിച്ചു. പിന്നെ ഞാൻ പൂരിയും അതുപോലെ തന്നെ കറിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ കടയാണ് കട കേട്ടോ. അപ്പോൾ ഇക്ക നമുക്കൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഞാനും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കിട്ട് എന്തോ കമൻറ്റൊക്കെ അടിക്കണം അവിടെ വന്ന കടക്കാരോടൊക്കെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് നമ്മുടെ ആദർശ് ഒരു സൈഡിൽ നിന്ന് ഫുഡ് അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ ആദർശ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദർശ് രാവിലത്തെ കാപ്പിയൊക്കെ കുടിക്കുകയാണ്. അപ്പം ആ വോയിസ് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദർശിനെ വന്ന് ട്രോളുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദർശ് എന്നോട് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അപ്പോൾ അവനെ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് ഉള്ള ആ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ എന്നെ അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരമുള്ള ഒരു നടത്തം ഒഴിവാക്കിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് നമ്മുടെ മലയാളത്തിലുള്ളൊരു ബോർഡ് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബോർഡിൻ്റെ ഒരു വീഡിയോ കൂടെ എടുത്തു കേട്ടോ. അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ നേരെ ആദർശിൻ്റെ കൂടെ വണ്ടിയെ പോകണം. അപ്പോൾ അവൻ എന്നെ അവിടെ വീട്ടിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഹക്കലിലായിട്ട് ഞാനിപ്പോൾ 6ാമത്തെ വർഷം അല്ലേ? അടിപൊളിയല്ലേ? കുഴപ്പമില്ല, ജീവിക്കാൻ അത്യാവശ്യം നല്ല സാഹചര്യമൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള ടൗണിലെ അപേക്ഷിച്ച് റെൻ്റൊക്കെ വളരെ കുറവാണ്. പിന്നെ രാവിലെ കടൽ കാണാം അല്ലേ? സ്ഥിരം കാണുമ്പോൾ പിന്നെ അതൊരു മടുത്തു പോകും കേട്ടോ. ഇപ്പൊ റീ എൻട്രിയുടെ സമയം ഉണ്ടായിരിക്കും, ഇഷ്ടം പോലെ ആൾക്കാർ, വെള്ളിയാഴ്ച ദിവസമൊക്കെ ഉണ്ടായിരിക്കും, ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ്. ആദർശ് ഇപ്പോൾ തബൂക്കിന് പോകും. നമ്മൾ അന്ന് നമ്മുടെ തബൂക്കിൻ്റെ വീഡിയോയിൽ ആദർശ് ഉണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീഡിയോയിൽ. അപ്പം ആദർശ് ഇപ്പം വീണ്ടും തബൂക്കിന്. ആദർശ് ഒരു ആഴ്ചയിൽ എത്ര തബൂക്ക് പോകും? പക്ഷേ ഞാൻ ഇപ്പോഴത്തെ ഒരു കണക്കിൽ ഇപ്പോൾ ഈ കമ്പനി വണ്ടിയും കൂടെ ഓടുന്നതുകൊണ്ട് ആഴ്ചയിൽ 6 ദിവസവും പോകുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ലാസ്റ്റിനെ കണ്ടാൽ നന്നായി. നേരെ ഇനി നമ്മൾ വീട്ടിലോട്ട് പോകുന്നു. ഇനി വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പള്ളിയുണ്ട്, അതുപോലെ തന്നെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. മാർക്കറ്റിലൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ വീഡിയോസൊക്കെ എടുക്കുമ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ബോർഡർ ഏരിയ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അവിടെ ഇവിടെ ഓരോരോ ഈ പട്ടാളത്തിൻ്റെ ഓരോ കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ താഴെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസ്, അങ്ങനെ ഓരോന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പം കുറേയൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ. ആദർശ് ഡീസൽ അടിക്കും കേട്ടോ, അതുകൊണ്ട് വണ്ടി കുലുക്കുന്നതാണ്. നല്ല രസം. ആഹാ.
Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down ഹലോ പ്രൈസി, ഞാൻ വന്നു. ഇനിയിപ്പോൾ രാവിലെ കാപ്പി കുടിച്ചില്ലായിരുന്നു നമ്മൾ, അപ്പോൾ ഇനിയിപ്പോൾ പൂരി കഴിക്കാൻ പോകും. ചായ മാത്രമല്ലേ കുടിച്ചുള്ളൂ. ഇനി പൂരി കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങാൻ പോകണം. നമ്മളിന്ന് കംപ്ലീറ്റ് ഹക്കലിൻ്റെ പുറകെയാണ്. കംപ്ലീറ്റ് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് കിടക്കാം. And my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing. Sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I was. നമ്മുടെ നടത്തുമെന്ന് പറഞ്ഞാലേ, ഞാൻ ഒരാളെ കാണാനായിട്ട് പോവാണ്. അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. അപ്പം പുള്ളിയുടെ കടയുടെ ലൊക്കേഷൻ പറഞ്ഞെന്ന്, പിന്നെ എനിക്ക് കറക്റ്റ് അങ്ങോട്ടുള്ള വഴി അറിയത്തില്ലട്ടോ. ഞാനിങ്ങനെ ഏകദേശം പറഞ്ഞു തന്ന ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ആകെപ്പാടെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ഒരു വലിയ മസ്ജിദുണ്ട്. അതിൻ്റെ മിനാരം നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഡയറക്ഷൻ നോക്കി പോവുകയാണെങ്കിൽ തിരിച്ചെങ്ങനെയാണെങ്കിലും വൈകിട്ട് വീട്ടിൽ വരാൻ പറ്റും. പിന്നെ ഇത് ഇത്ര ഉള്ളൊരു കേസേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 10 കിലോമീറ്ററിനുള്ളിലുള്ളൊരു സ്ഥലങ്ങളാണ് ഈ ഹക്കൽ എന്ന് പറയുന്നത്. സോ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതോ സ്കൂളും കാര്യങ്ങളൊക്കെയാണ്, ഒരു വിജന പ്രദേശം. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ യാത്രകളൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നത് അല്ലേ. ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളി കേട്ടോ. ഇതൊക്കെ പഴയ വീടുകളാണെന്ന് തോന്നുന്നത്. ഈ ഒരു സ്ഥലം കാണുമ്പോഴത്തേന് നമ്മുടെ നാട്ടിലെ വെൽഡിങ് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. സെയിം ഇവിടുത്തെ വെൽഡിങ് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ആംബിയൻസ് തോന്നുന്നുണ്ട്. അങ്ങ് പുറയിൽ സൂര്യൻ ചേട്ടനെ കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ ഈജിപ്റ്റ് മലകളുടെ പുറകിൽ ഒളിച്ചു പോകുന്നു കേട്ടോ. ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:45 ഇവിടെ അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ കണ്ട മലകളോടൊക്കെ ഇപ്പോൾ അടുത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിതൊരു എന്താ പറയുക, പോക്കറ്റ് റോഡിലാണ് പോകുന്നത്. അതുകൊണ്ട് വണ്ടികൾ കുറവ്. ഇതിൻ്റെ മുകളിൽ ഹൈവേ കേട്ടോ. അങ്ങോട്ട് ഞാൻ കയറിയില്ല. പിന്നെ എന്തൊക്കെയോ ആൾക്കാരൊന്നുമില്ല. എനിക്കൊന്നും ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ, അതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാന്ന് തോന്നുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ നമുക്കതാണല്ലോ ബെറ്റർ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ ഇപ്പോൾ വരെയുള്ള നടത്തമെന്ന് പറഞ്ഞാൽ 9 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 9 കിലോമീറ്റർ നടന്നാൽ തന്നെ കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലേ. ഓക്കെ, നമ്മുടെ യാത്ര ഇങ്ങനെ ഉണ്ട്. ഇതിലെ സ്റ്റെപ്പുണ്ട്, ഇതിലെ കയറി പോകാൻ തോന്നുന്നു.
അങ്ങനെ നമ്മുടെ യാത്ര നടന്ന് ഹക്കലിൻ്റെ ഒരു ഇങ്ങ തലയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേര സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിരിച്ചുകൊണ്ട് കൈയൊക്കെ വീശി കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് ബഷീർ ചാച്ച. അപ്പം ഇദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഞങ്ങൾ കൂട്ടുകാരാണ് കേട്ടോ. അതായത് ഞാൻ കഴിഞ്ഞ വർഷം താമസിച്ച ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ്. അപ്പോൾ ഈ വർഷം വന്നപ്പോഴത്തേന് ഞാൻ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പും ചേഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ച് വഴിയെ പോയപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലായതാണ്. പിന്നെ ആ ഒരു സൗഹൃദം ഇത്രയും നാൾ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഭാഷയുടെ ഒരു പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഹിന്ദി എന്ന് പറയുന്നത് ചിലപ്പോൾ ആസ്ഥാനത്തൊക്കെ ആയിരിക്കും കൊള്ളുന്നത്. ഇപ്പോൾ സമയം ഒരു 7:30 ആകുന്നു കേട്ടോ. ഞാനപ്പോൾ പതിയെ അവിടുന്ന് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പം പുള്ളിയുടെ വീട് അവിടെ, വീടും കടയെല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഞാൻ റൂമിൽ ചെല്ലുന്നിടം വരെയുള്ള വീഡിയോസൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായി കാണിക്കാം. കണ്ടോ, ഈ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് മൊത്തം മാറി കേട്ടോ. നല്ല അടിപൊളി സ്ട്രീറ്റ് ലൈറ്റുകളും ഒക്കെയാണ്. ഞാൻ റോഡൊന്ന് ക്രോസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ വണ്ടികളും കാര്യങ്ങളും ഒത്തിരി, ആ ഒരു ഈന്തപ്പനയൊക്കെ നിൽക്കുന്നുണ്ടോ, അടിപൊളിയല്ലേ. താഴോട്ടുള്ള വഴിയിലെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്തുകൊണ്ടും നല്ല രസം. അങ്ങനെ ചങ്കിള് നേരെ വിരുട്ടി ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കിടന്നാൽ വർഷങ്ങളോളം കിടക്കില്ല. നമുക്ക് ഇതിന് വ്യൂ കയറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ കഴിവിൻ്റെ മാക്സിമം വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ടൻറ്റിൽ ഒറിജിനലാണ് ഇത്. നമ്മുടെ ഇങ്ങനെയുള്ള ട്രാവൽ വ്ളോഗൊന്നും ഞാൻ ചെയ്യാറില്ല സാധാരണ. നമ്മുടെ ട്രക്ക് ലൈഫാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തിരിച്ച് നാട്ടിലോട്ട് വന്നാൽ നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം ഇതുവരെ നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്ങൾക്കും നന്ദി അറിയിക്കുന്നു.